അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടൂ, ലോകം അവസാനിക്കുമ്പോൾ അവിടെ ചില ലോകം അവസാനിക്കുന്നതിന് അടയാളങ്ങളുണ്ടല്ലേ, അതിൽ ഒരു അടയാളമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടൂ, അദാ യതഖറബുസ്സമാൻ, കാലം ഇങ്ങനെ അടുത്തടുത്ത് മുട്ടമായിട്ട് കാലം തീർന്നു പോവൂ. ഒരു വർഷം ഒരു തിങ്കൾ പോലെയാവിടൂല, ഒരു തിങ്കൾ ഒരു വാര പോലെയാവിടൂ, ഒരു വാര ഒരു നാള് പോലെയാവിടൂ, ഒരു നാള് ഒരു ഗണ്ട തീന്നത് പോലെ തീർന്നു പോണ്ടു, ഒരു ഗണ്ട ഒരു മിനിറ്റ് പോലെ തീർന്നു പോണ്ടു, ഒരു ഗണ്ട ഒരു മിനിറ്റ് പോലെ മാത്രമല്ല, ഒരു തീവെട്ടിയുടെ ഗഡ്ഡി വലിക്കുമ്പോഴത്തേക്ക് എത്ര സെക്കൻഡ് കൊണ്ടിട്ടാണോ ആ ഗഡ്ഡിക്ക് തീ പിടിച്ചിട്ട് ഗഡ്ഡി തീർന്നു പോണ്ടേ, അത് തീരെ സമയത്തിൽ ഒരു ഗണ്ട തീർന്നു പോണ്ട പോലെ നിങ്ങൾക്ക് അനുഭവമാവൂ. ഖിയാമത്തിന്റെ അടയാളമാണ് മുസ്ലിമീങ്ങള്. അതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ചൊല്ലൂടെ, ദുനിയാവ് ഓടി ഓടി തീണ്ടു, ദുനിയാവ് ഒരാൾക്ക് വേണ്ടി ഇണ്ടേ വരെയും ബാക്കിയായതില്ല, ഒരാളും ദുനിയാവിലും ഇണ്ടേ വരേക്കും ബാക്കിയായ ഒരാളുമില്ല. അങ്ങനെ മീത്ത് ഒരാള് ബാക്കിയാവണമെങ്കിൽ ഈ ദുനിയാവിൽ ശാശ്വതമായിട്ട് ഒരാൾക്ക് ബാക്കിയാവണക്ക് സാധ്യമിന്നിട്ടില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ഖിയാമത്ത് നാൾ വരേക്കും ജീവിക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ പോലും വഫാത്തായി പോയില്ലേ, ഏത് മനുഷ്യൻ വഫാത്തായി മരണപ്പെട്ടു പോണുകൊണ്ടല്ലേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് ചൊല്ലോടു, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, നിങ്ങളെ എല്ലാ സന്തോഷത്തെ ഇല്ലാണ്ടാക്കടകനികത്തെ, നിങ്ങളെ എല്ലാ കൊശിനെ ഇല്ലാണ്ടാക്കടകനികത്തെ, നിങ്ങളെ എല്ലാ നല്ല നല്ല ബിയാറത്തെ ഇല്ലാണ്ടാക്കടകനികത്തെ ഒരു വിഷയമുണ്ടല്ലേ, ആ വിഷയത്തെ നിങ്ങൾ ചൊമ്മ ഓർക്കോരു സ്വഹാബ, ആ വിഷയത്തെ നിങ്ങൾ യാറെ നെനപ്പാക്കോരു സ്വഹാബ. ഒരു മനുഷ്യരെ ദുനിയാവിലുള്ള എല്ലാ സന്തോഷത്തെ ഇല്ലാണ്ടാക്കടത് ഏതാണ്? മരണമല്ല മുസ്ലിമേ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലോടു, മരണത്തെ നിങ്ങൾ യാറെ നെനപ്പാക്കണോ. പടച്ചോനെ നാണം ഈ തീജാബ് കിടന്നുറങ്ങിട്ട് സുബഹി നിസ്കാരത്തിന് ബാങ്ക് കൊടുക്കുന്ന സമയത്തിൽ മീത്ത എണിക്കാണ്ടായി പോയെങ്കിലാ നിന്റെ അവസ്ഥ എന്തായി പോവുണ്ടു? ഓരോ മനുഷ്യന്മാരും ചിന്തിക്കണു വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പടിപാടിതണ്ട്, മരണത്തെ ഓർക്കുടര യാറാക്കോരു സ്വഹാബ. ഉറങ്ങടെ കളികള് പോലും കുടുംബത്തങ്ങളുടെ വസിയത്ത് ചൊന്നിട്ട് ഉറങ്ങോറുകൊണ്ട് പടിപാടി നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറങ്ങടെ നേരെ പോലും കിടക്കടെ നേരെ പോലും കുടുംബത്തങ്ങളുടെ വസിയത്ത് ചൊല്ലണു. സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ ബാണിയാക്കടെ ആള് മാറുള്ള, നല്ല നല്ല ബാണിയാക്കടെ ബിസിനസ്സുള്ള ആള് മാറുണ്ടു. എത്തരമാ ആള് മാറുക പൈസ കൊടുക്കണുള്ള ആളുണ്ടു. ആ കൊടുക്കുന്നത് വരേക്കും നാണ് ജീവിച്ചിട്ട് ഗ്യാരണ്ടി എന്താണ്? ഒരു വേള ഇന്റെ ബാണിയാക്കി വന്നിട്ട് ഇണ്ടത്തെ ബാണിയത്തെ നല്ല ഒരു ലോഡ് എന്തെങ്കിലും ഒരു സാമാൻ എടുത്തിട്ട് അതിന്റെ പൈസ എന്നാണ് നാലമാ ഈ വാരത്തെ ലാസ്റ്റുക തണ്ട ചൊന്നോട്ടു അത് കൊടുക്കുടേക്ക് മുന്നൊലുമീത്ത് മരണപ്പെട്ടു പോയെങ്കിലാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലിയ വസിയത്താക്കി വെച്ച് കിടക്കൂ. അഥവാ ഒരു പെണ്ണും ബുക്കെടുത്തിട്ട് എല്ലാ ആയവയും കണക്ക് കിട്ടണുള്ളതും കൊടുക്കണുള്ളത് വ്യക്തമായിട്ട് എഴുതി വയ്ക്കുന്നത് ഒരു മുസ്ലിമുടെ കടമയാ. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക റിപ്പബ്ലിക്കിലെ രണ്ടാമത്തെ ഖലീഫയായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങള് അതാ ഖലീഫയായി ഭരണം ഏറ്റെടുത്ത സമയത്തില് ഉമറുൽ ഫാറൂഖ് തങ്ങളെ മോണ് വന്നിട്ട് ബാപ്പരൊട്ടിക പുൽപൊട്ടു ചൊല്ലുടൂ, ബാപ്പാ നാനൊരു ഖലീഫയുടെ മോണല്ലേ, ഞാനൊരു ഭരണാധികാരിയുടെ മോണല്ലേ, മദീനത്തിൽ അറിയപ്പെട്ട ഉന്നതമായ ഒരാളുടെ മോണല്ലേ ബാപ്പാ എന്നാണ്. അത്ര വലിയ ആളുടെ മോണ് നാണായിട്ട് പോലും അങ്ങാടിരെ വായിലെ നാണ് നടക്കുമ്പോത്തുകൊണ്ടല്ലേ, അഥവാ നിന്റെ ചങ്ങായിമാരുടെ കൂടെ പള്ളിക്ക് നടക്കുമ്പോത്തുകൊണ്ടല്ലേ, നിന്റെ ചങ്ങായിമാർ നിന്റെ കമീസുറുള്ള ഒറ്റട എണ്ണി കണക്കാക്കിക്കൊണ്ടുള്ളാറ്. ഖലീഫയുടെ മോന്റെ കമീസിൽ എത്ര ജാഗിൽ ഒറ്റ ഉണ്ടോണ്ട് നോക്കോറൂല. ഇസ്ലാമിന്റെ ഭരണാധികാരിയായ മദീനത്തെ രാജാവായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ മോനെ ചൊല്ലുടൂ, പാപ്പാ നിന്റെ കമീസുറുള്ള ഒറ്റട എണ്ണി കണക്കാക്കിക്കൊണ്ടുള്ളാറ്. നഗമീത്ത് കാലി ഒരു ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായെങ്കില് അഥവാ അവള് പള്ളിയുടെ കമ്മിറ്റിയിലെ ഒരു മെമ്പറായെങ്കില് അവന്റെ പിന്നത്തെ പലക്കവും എല്ലാ സ്റ്റൈല് ബദലാവണല്ലേ.
പള്ളിയിലെ മെമ്പറായെങ്കിൽ ഭയങ്കര ഗൗജിലൊക്കെ പള്ളിക്ക് ബറ കൊണ്ട് ഉസ്താദെ എന്തേ അവന്റെ ബറ കണ്ടിട്ട് ഉസ്താദ് പേടിയോടാ ഇത് കമ്മിറ്റി കൂടിയിലായിട്ടിക്കോണം മെമ്പറായിട്ടിക്കോണം എന്തേ ആ ബറ കാണുമ്പോഴത്തേക്ക് കൊഞ്ചാവിടും. അണ്ടേ വരേക്കും പള്ളിയിലെ പടിക്ക് പത്താത്ത ആൾ ഒരു ജനറൽ ബോർഡിൽ മെമ്പർ നോക്കുന്നു. അങ്ങനെ ഉണ്ട് ചില ആൾമാർ പള്ളിയിൽ 5 വഖത്ത് നിസ്കരിക്കുന്ന ചില ആൾമാർ കിടാറ്. അങ്ങനെ ബിയാറ നാണി റായത്തെ ഒരു മലക്ക് ഉണ്ട്. നാണി റായത്തിൽ വെച്ചിട്ട് വലിയ ചൊല്ല വിശ്വാസം. പക്ഷെ അങ്ങനെ സംബന്ധിച്ചിട്ട് ആ റായത്തിലുള്ള ബഹുഭൂരിഭാഗം ആൾമാർ ബാലകാരന്മാരടക്കം ചൊല്ലുന്നിരകൊണ്ടുണ്ട ഉസ്താദൻ അങ്ങനെ റായത്തിലൊരു 4 ഭയസരം കൊള്ളാർ അങ്ങ് മരിക്കാണ്ട് അങ്ങനെ റായ നല്ല വാലാണ്ട് പല ജാഗിലുള്ള വിഷയത് പല ജാഗിൽ ആനിമീങ്ങൾ പള്ളിയിലുള്ള ആനിമീങ്ങൾ ചൊല്ലി എന്തിനെ കൊണ്ടുണ്ട കൂടെ ഒരു 2-3 ഭയസരം കൊള്ളാറ് ബാവ അങ്ങ് ഇക്കര ഓർത്തോളി റായ നല്ല വാലാണ്ട്. എന്റെ കാരണം അത്രക്കും ഫിത്ന അത്രക്കും ഫസാദ് ഗീബത്ത് നമീമത്ത് ചൊല്ലാണ്ട് ഉറക്കെ വരാത്ത കനിക്കത്തെ അവസ്ഥ. ഇബാദത്ത 5 വഖത്ത് ബാങ്ക് കൊടുക്കുമ്പോൾ അങ്ങ് പള്ളിയിൽ മുക്കരിക്ക വധുവാക്കര കാണാം. ഒന്നുമില്ല അങ്ങ് വധുവാക്കിയിട്ട് തസ്ബീരമാല പിടിച്ച് തെച്ചിട്ടായിട്ട് പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ പോയെങ്കിൽ ഒന്നാമത് അയാൾക്ക് ഫസാദ് ചൊല്ലണമില്ല ആ പള്ളിയിലെ ഇമാമായ ഖതീബിനെ സംബന്ധിച്ചിട്ട് അഥവാ ആ മദ്രസത്തിൽ ഇൽമു ചെന്നു കൊടുക്കുന്ന ആലിമീങ്ങളെ സംബന്ധിച്ചിട്ട് എന്റെ കാരണം എത്ര നല്ലായെങ്കിലും നാവിടെ സൂക്ഷിക്കണം. ഒരാളെ കായില്ലെങ്കിൽ ഏത് ഇബാദത്ത് കാരണമാണെങ്കിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നു മയ്യൽമനുലി മാ ബൈന റിജ്ലിഹി വമാ ബൈന ശഫഖിഹി അൽമനു ലഹുൽ ജന്ന. 5 വഖത്ത് നിസ്കാരത്തെ ഖളാക്കില്ലാതെ 6 ജാമീന് തണ്ടാറ് ഉണ്ടല്ല. പരിശുദ്ധ റമളാൻ തിങ്കളിൽ ഒരേ ഒരു നോമ്പ് പോലും ബാത്തിലാവാത്ത നിലക്ക് നാളെ നോമ്പ് പിടിക്കുന്ന നബിയെ ഗ്യാരണ്ടി 6 ചൊല്ലിടാറ് ഉണ്ടല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് ചൊല്ലുന്നു സ്വഹാബ 2 ചിരിയുടെ ഇടയിലുള്ള ഒരു സാമനുണ്ടല്ലേ 2 ചുണ്ടുര ഇടയിലുള്ള ഒരു സാമനുണ്ടല്ലേ അഥവാ നിങ്ങളെ നാവുണ്ടല്ലേ 2 കാലിലെ ഭാഗത്തിൽ മധ്യത്തിലുള്ള ഗുഹ്യ ഭാഗമുണ്ടല്ലേ ഒരു മനുഷ്യരെ തടിയിലുള്ള വലിയ അപകടകരമായ ഈ 2 വിഷയമുണ്ടല്ലേ ഈ 2 അവയവങ്ങളുണ്ടല്ലേ അതൊരാറുക ജാഗ്രത ആക്കണുക അവരോട് നണ്ടിട്ടിക ഉറപ്പ് തണ്ടാറാ അവൾക്ക് അല്ലാഹുടെ സ്വർഗ്ഗം കൊണ്ടെന്നാണ് ജാമീന. നിസ്കാരം ഖളാക്കാണ്ട് നിസ്കരിക്കണായിട്ട് 6 പലക തണ്ടാറുണ്ടല്ല. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നു നന്റെ നാവിടെ നാണ് ജാഗ്രത ആക്കട നബിയേ. ഒരാളെ ഗീബത്ത് ചൊല്ലാണ്ട് ജീവിക്കുന്ന നബിയേ മരിക്കണത് വരേക്കും ഒരാളും നന്റെ നാവിടെ കാരണം കൊണ്ട് ഒരാളും നാണ് നൊമ്പലാക്കാല നബിയേന്റെ 6 ഉറപ്പ് തണ്ടാറാ അവളുടെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെ നാണ് ദുനിയാവിലെ ഉറപ്പിച്ചു തണ്ട്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നോര് അയ്യുൽ മുസ്ലിമീന അഫ്ളലു നബിയേ ഏറ്റവും നല്ല മുസ്ലിമാർ നബിയേ ഈ ദുനിയാവിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും നല്ല ഖൈറായ മുസ്ലിമാർ നബിയായിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇടുക കേൾക്കുമ്പോ 5 വഖത്ത് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിക്ക് ബന്ധമുണ്ട് അല്ലാഹ് നബി തങ്ങൾ ചൊന്നേ. പരിശുദ്ധ റമളാൻ തിങ്കൾ ഒരു തറാവി പോലും നഷ്ടപ്പെടാത്തണ്ട് പള്ളിക്ക് വന്ന് നിസ്കരിക്കണമുണ്ട് അല്ലാഹ് നബി തങ്ങൾ ചൊന്നേ. മുണ്ടത്തിന് നിസ്കാരത്തെ സുജൂദ് പോയ കലബന്നവനുണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊന്നേ. ഏറ്റവും നല്ല ഖൈറായ മുസ്ലിമാരുടെ നബി തങ്ങൾ സ്വഹാബികൾ കേൾക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടെ പെണ്ണുകളാ അൽ മുസ്ലിമു മൻ സലിമന്നാസ് മിൻ ലിസാനിഹി വയദിഹി. ഏതൊരു മുസ്ലിമായ മനുഷ്യന്റെ നാവിൽ നിന്ന് ഒരു മുസ്ലിമായ മനുഷ്യന്റെ കയ്യിൽ നിന്നിട്ട് ഒരു ഈമാനുടെ മുസ്ലിമുടെ നാവിൽ നിന്നിട്ടും കയ്യിൽ നിന്നിട്ട് ബാക്കിയുള്ള എല്ലാ മനുഷ്യന്മാർക്ക് നെമ്മതി കൊണ്ടുകൊണ്ട് കണ്ടെങ്കിൽ അവനൊരു നല്ല മുസ്ലിമാണ്. അവന്റെ ഇസ്ലാം അല്ലാഹുവിന്റെ ഭാഗത്തിൽ വലിയ ബലമുണ്ട്. അപ്പൊ ചൊന്നോണ്ട് വന്ന ഈമാനുള്ളങ്ങള് നല്ല ഇബാദത്ത് ചെയ്ത ആളമാർക്ക് പോലും നാവിടെ സൂക്ഷിക്കുന്നതാവാത്ത കാരണം കൊണ്ടു ദുനിയാവിൽ ചെയ്യുന്ന ഒരേ ഒരു ഇബാദത്തും ഉപകരിക്കാത്ത ഒരു നാളുണ്ട്.
അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തോട് ചൊല്ലുടെ അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, മരണത്തെ നിങ്ങൾ ചൊന്ന ഓർക്കോട് സ്വഹാബ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ മോനെ ചൊല്ലൂടു, പാപ്പാ നിങ്ങൾ ഭരണാധികാരിയല്ലേ, നിങ്ങൾ മദീനത്തെ ഭരണാധികാരിയല്ലേ, നിങ്ങളെ മോനായ നാണ് എങ്ങനത്തെ ഡ്രസ് ഇട്ട് നടക്കുന്നായോണു പാപ്പാ. ചെറിയ ഒരു രാജ്യത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അല്ല, ഒരു രാജ്യത്തെ മുഖ്യമന്ത്രിയുടെ സ്ഥാനം പോലുമല്ല, ഒരു ദേശത്തെ പ്രധാനിയാണെങ്കിൽ പോലും ആ ദേശത്തെ ബൗണ്ടറി വിട്ടിട്ട് അപ്പുറത്തെ വിഷയത്തിൽ തീരുമാനം എടുക്കണമെങ്കിൽ അധികാരമില്ല. പക്ഷേ മുസ്ലിമീങ്ങളുടെ ഈ രാഷ്ട്രത്തില് ഈ പ്രപഞ്ചത്തിൽ ഇണ്ടും 2023 അതാ പ്രപഞ്ചത്തെ ജനസംഖ്യ 800 കോടി ചില്ലാറയാണെങ്കിൽ അതിലെ 2ാമത്തെ സ്ഥാനത്തിൽ നിൽക്കുന്നത് മുസ്ലിമീങ്ങളാണ്. 160 കോടി ചില്ലാറ മുസ്ലിമീങ്ങൾ ഇണ്ട് ദുനിയാവിലുണ്ട്. ഞങ്ങളെ ഭാരതത്തിലെ 20 കോടിയിലെ മേല് മുസ്ലിമീങ്ങളില്ലേ. ഇസ്ലാമിന്റെ രാഷ്ട്രം എത്ര ഭാഗത്തിലുണ്ട്, ഈ പ്രപഞ്ചത്തിൽ എത്ര മുസ്ലിമീങ്ങളുള്ള കനികന്റെ ദേശങ്ങളുണ്ട്. ആ എല്ലാ ദേശത്തുമുള്ള രാജാവായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ മോനെ ചൊല്ലൂടു, ബാപ്പാ നിന്റെ കമീസിന്റെ വട്ടട എന്നിട്ട് കണക്കാക്കാതെ ചങ്ങായി മാറി. നല്ല ഒരു വട്ടയില്ലാതെ പറയാത്ത കമീസില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അതാ ഹനകാസു സച്ചിവയായ കനികത്തെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങള് അതാ അധികാര കൊടുത്ത കനികത്തെ ഒരു സ്വഹാബി രുട്ടിക ബൈത്തുൽ മാൽ ഇസ്ലാമിന്റെ ഖജനാവിടെ സൂക്ഷിക്കര കനികത്തെ ഞങ്ങളെ ബാസിലാണ് ഹനകാസു സച്ചിവാണ്ടെന്നാണ് ചൊന്നൂര്. അത് സൂക്ഷിക്കുക സ്വഹാബി രുട്ടിക ഒരു കടലാസ് കൊടുത്തു കടത്തൂര്. 4 ദിർഹം എന്നൊക്കെ കട തരുന്നു, 4 ദിർഹം എന്നൊക്കെ കട തരുന്നു. ഈ തിങ്ങല്ല ലാസ്റ്റ് എന്നൊക്കെ കിട്ടിയ ശമ്പളത്തിൽ അതിനെ കട്ടാക്കിട്ട് തരാം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കടകേക്കടു സുബ്ഹാനല്ലാഹ്. ഈ കടലാസ് എടുത്തു പോയിട്ട് മോണ സ്വഹാബിയുടെ കയ്യിൽ കൊടുക്കുമ്പോ ആ സ്വഹാബി ചൊല്ലുന്നു, ഇല്ല മോനെ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് കട തരുന്നുകാവില്ല. ആരൊക്കെ ചൊല്ലി? ഹനകാസു സജീവ പ്രധാനമന്ത്രിയൊക്കെ ചൊല്ലി, ഹണക്കാസു സജീവ പ്രധാനമന്ത്രിയൊക്കെ ചൊല്ലി ഇല്ല കട തറകാവില്ല. എന്താവും അവസ്ഥ? അല്ല, ഞങ്ങളുടെ ദേശത്തെ ഞങ്ങളുടെ രാജ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ നോക്കൂ, ഹണക്കാസു സಚಿವ പ്രധാനമന്ത്രിക്ക് കട കൊടുത്തില്ല ചൊന്നിട്ടാകുമ്പോ എന്താവും? ഇടീ മന്ത്രിസഭമേ അല്ലോല കല്ലോലാവാലേ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളൊಟ್ಟಿಗೆ ಈ ಸ್ವಹಾಬಿ ಆ ಮೋಂಡಟಿಗೆ ಕಡ ತರ್ನಗಾವಿಲ್ಲಾಡ ಕಡಲಾಸಲಿ ಎಲ್ದಿ ಕೊಡುಕೊಂಬತ್ತುಗು ಚೊನ್ನೆಂದರೆ ಗೊಂತುಂಡ. ಉಮರ್ ಖತ್ತಾಬ್ റളിയല്ലാഹു അൻഹു നക്ക് ഈ ജവാബ്ദാരിയുടെ ഏൽപ്പിക്കുമ്പത്തുകു നൻക്ക് പടിപ്പാട്ടി കനികിട്ട് ചൊന്നു തന്നെ കനികിട്ട് ചില ഷർത്തുണ്ട്. 6 കട കേട്ടെങ്കിലും ജാമീനില്ലാണ്ട് കട കൊടുക്കുതീരാ, ജാമീനില്ലാണ്ട് കട കൊടുക്കുന്നു തീരാ. കടയെടുത്ത ആളുമീത്ത് മരണപ്പെട്ടു പോയെങ്കില, കടയെടുത്ത ആളുമീത്ത് മറിച്ചു പോയെങ്കില. അള്ളാന്റെ റസൂൽ സ്വഹാബത്തിനൊട്ടിക്ക് ചൊന്നൂറു, ഷഹീദായിട്ട് മരിക്കുന്ന ഒരാളുണ്ടല്ലേ അവനക്ക് അള്ളാഹുടെ സ്വർഗമല്ലാത്ത വേറെ പ്രതിഫലയില്ല. ഷഹീദായിട്ട് മരണപ്പെട്ടു പോയ ഒരാളുടെ ജീവിതത്തിൽ വന്ന എല്ലാത്തെ അള്ളാഹു പുറത്തു കൊടുക്കുക. ഇല്ല ദൈന, കടത്തെ വിട്ടിട്ടു കടത്തെ അള്ളാഹു പുറത്തു കൊടുക്കാലാണ്ട്. ഷഹീദായിട്ട് മരണപ്പെട്ടു പോയ ആളുമാർ പോലും നാളെ ആഖിറത്തിൽ കുടുങ്ങുടെങ്കിൽ കടബാക്കി വെച്ചിട്ട് മരണപ്പെട്ടു പോയി കണ്ടെങ്കിൽ മാത്ര. ഇണ്ട് ഞങ്ങൾക്ക് കട ഇടപാട് ഹക്ക് ഹലാല അങ്ങനത്തെ ഒരു വിഷയം മുസ്ലിമീങ്ങൾക്കുണ്ട്. പണ്ടൊരാൾ ചൊന്നതുപോലെ ഒരാൾ കേൾക്കരുല്ല, അല്ല എത്രയോ ഹിന്ദു സഹോദരന്മാർ ആത്മഹത്യാക്കടെ എന്ത് 50,000 രൂപ സാലെടുത്തിട്ട് അതിലെ കട എടുത്തിട്ട് അതിലെ വീടണക്ക് തീരില്ല ചൊന്നിട്ടു ആത്മഹത്യാക്കടി. ക്രിസ്ത്യൻ സഹോദരന്മാർ കടയെടുത്തിട്ട് കട വീടണകാവില്ല ചൊന്നിട്ട് ടെൻഷനായിട്ട് ആത്മഹത്യാക്കര്. മുസ്ലിമീങ്ങൾ കട കൊടുക്കൊണ്ട് കട വീടണകായില്ല ചൊന്നിട്ട് ഇവിടെ ആത്മഹത്യാക്കരുത് പേപ്പറിൽ വണ്ടിയില്ലല്ലേ അതിക്കൊരു ബയസരാൾ ചൊന്തൂല എവിടെബ്ബവണ് കട കൊടുക്കണകാവില്ല എന്നിട്ട് ടെൻഷൻ ആക്കരെ. കട എടുക്കുമ്പോഴത്തേക്ക് നീയത്താക്കിയിട്ട് എല്ലാം എടുക്കരവണ് പെറവ് കൊടുക്കില്ല ചൊന്നിട്ടുണ്ട്. ഇനി മുസ്ലിമീങ്ങൾ കട കൊടുക്കണം സാധ്യമാണ്. കടപോട്ട് നല്ല ഉത്തരവില് ചങ്ങായി പാട്ടിലുള്ള ഒരാളിട്ടിക പാർട്ട്ണർഷിപ്പിൽ ബാണിയാക്കണക്ക് ധൈര്യം പണ്ടൊക്കെ കാലമാണ്. അങ്ങനെ ബാണിയാക്കി എത്ര ആൾമാരുണ്ട് കടക്കാരായിട്ട് ടെൻഷനായിട്ടുണ്ട്. ഉസ്താദ് ഇത്ര ലാക്ക് കിട്ടണകൊണ്ട് തന്നോണ്ടില്ല ഒന്ന് എൻ്റെ സോപ്പാട്ടിയ. സ്വന്തം കുടുംബത്തിൽ പെട്ട ആൾമാറും നിരക്കരൽ പെട്ട ആൾമാറും ചങ്ങായിമാറും ഒരുപാട് വർഷം കൂടി തടഞ്ഞ ആൾമാറും ഇടപാട് വിഷയത്ത് വരുമ്പോഴത്തേക്ക് ക്ലിയർ ഇല്ല. അതുകൊണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ആ ആളെ ഏൽപ്പിക്കരെ 6 കട കേട്ടെങ്കിലും ജാമീനില്ലാണ്ട് കട കൊടുക്കണക്ക് തീരാ. ആ ആള് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തിരിച്ചിട്ട് കടലാസ് എഴുതിര്
ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാണെങ്കിൽ പോലും ഖലീഫയാണെങ്കിൽ പോലും അതാ ജാമീൻ ആറുകൊണ്ട് കാട്ടാത്തത് കൊണ്ടു കടതറുകാവില്ല. രണ്ടാമത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളുണ്ടല്ലേ, ഈ തിങ്ങലെ ലാസ്റ്റ് കിട്ടിയ ശമ്പളത്തിൽ നിന്റെ കടത്തെ കലിക്കോറുണ്ടല്ലേ ചൊന്നൊരു, ഈ തിങ്ങലെ ലാസ്റ്റ് വരേക്കും ജീവിച്ചിട്ടിക്കന ചൊല്ലെ ഗ്യാരണ്ടി ഭരണാധികാരി കൊണ്ടാ. ഈ കടലാസിനെ 3 കൊണവന്നിട്ട് ഉമറുൽ ഫാറൂഖ് തങ്ങളൊട്ടിക്ക് കൊടുക്കുമ്പോത്തുകൂ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കടലാസിനെ ഓതിട്ട് ചൊല്ലോടു, ഇല്ല മോനെ, ഈ തിങ്ങലെ ലാസ്റ്റ് വരേക്കും ജീവിച്ചിട്ടിക്കര ചൊല്ലെ ഗ്യാരണ്ടി അല്ല, നിന്റെ ബാപ്പയായ ഭരണാധികാരിയായ ഖലീഫയായ ഉമറുൽ ഫാറൂഖ് കൊണ്ടല്ലേ ഒരു ഗണ്ട പോലും നാണ് ജീവിച്ചിട്ടിക്കുക ചൊല്ലെ ഗ്യാരണ്ടി ചൊല്ലുണു സാധ്യമല്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തോട്ടേക്ക് ചൊന്നരേ, ആ മരണത്തെ നിങ്ങൾ യാര ഓർക്കോരു സ്വഹാബ, ആ മരണത്തിന് അന്തരമുള്ള ഒരു ജീവനമുണ്ടല്ലേ, ആ മരണാസുള്ളതൊരു മുസ്ലിമിന്റെ ജീവന തീരേണ്ട പേരിച്ചിരണ്ട. പല ജാഗലുണ്ട് സുബ്ഹാനല്ലാഹ്, ഒരാള് മരണപ്പെട്ടു പോയെങ്കിൽ അവന്റെ എല്ലാ തീൻ ല്ലേണ്ട ചൊല്ലുടെ ഒരു സമ്പ്രദായമുണ്ടു. അല്ലാഹുവോട് യഥാർത്ഥ ജീവനത്തെ തുടക്കമാണ് മരണ. ഒരു ഈമാനുള്ള മനുഷ്യനുണ്ടല്ലേ, ഈ ദുനിയാവ് ആഖിറത്തെ സംബന്ധിച്ചിട്ടുണ്ടല്ലേ, ആഖിറത്തെ മുന്നുള്ളു ദുനിയാവിടെ മീത് കണക്കാക്കണമെങ്കിൽ അതാ കടലിലെ തന്നെ ഒരു ബെർലിടെ ഇങ്ങനെ മുക്കിയിട്ട് ആ ബെർലിടെ വയത്തുമ്പത്തുക എത്ര തന്നെയാണോ കടലിലെ തന്നിരെ തീന്ന് പോണ്ടത്, അഥവാ കടലിൽ നിന്ന് ഉള്ള തന്നിര എത്ര തന്നെയാണോ നിന്റെ ബെർലിടെ കൊടിയിൽ വന്നത്, ഈ തന്നിരെത്ര പോലും ദുനിയാവ് ആഖിറത്തെ മുന്നൊല്ലു ഇല്ല. ആഖിറത്തെ മുന്നൊല്ലു കണക്കാക്കി നോക്കുമ്പോത്തുകൂ അതാ കടലക്ക് ബെർല് മുക്കിയിട്ട് വയത്തും തണ്ണീരെ തുള്ളി ഉണ്ടല്ലേ, ആ തണ്ണീരെ ഡ്രോപ്പ് ഉണ്ടല്ലേ, കടലിലെ എതിരക എത്ര ചെറിയമാണ്, എത്ര നിസ്സാരമാണ് ബെർലയുടെ കൊടിയിൽ പറഞ്ഞ തന്നെ. അതുപോലെ ദുനിയാവിടെ ആഖിറത്തെ എതിരക വെച്ച് നോക്കുമ്പോത്തുകൂ ഈ ദുനിയാവ് ആഖിറത്തെ എതിരുള്ള ഒന്നും അല്ല. അതുകൊണ്ടാണ് മഹാന്മാരായ ഇമാമിങ്ങൾ ചൊന്നരേ, അല്ലാഹുവിന്റെ റസൂൽ പോലും സ്വഹാബത്ത് പഠിപ്പാട്ടിയത് അദ്ദുനിയാ മസ്റഅത്തുൽ ലിൽ ആഖിറ, ഈ ദുനിയാവ് ആഖിറത്ത് കൊല്ല ഒരു കൃഷിരെ ജാഗയാണ്, ഈ ദുനിയാവ് ആഖിറത്ത് കൊല്ല കൃഷിരെ ജാഗയാ. എത്ര വലിയ ഇബാദത്ത് കാരനാണെങ്കിൽ പോലും, എത്ര വലിയ വലിയാണെങ്കിൽ പോലും, എത്ര വലിയ സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ പോലും അതാ സ്വന്തം കണ്ണുപോലും മുച്ചുണകാവാത്ത ഒരു പരിസ്ഥിതി പറഞ്ഞുകൊണ്ടു അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ചൊല്ലുടൂ. അങ്ങനത്തെ ഭീകരമായ സന്നിവേശം ഓരോ മനുഷ്യന്മാർ കാണുമ്പോത്തുകൂ വഅദ് ചൊന്നവനോട്ടില്ല, വഅദ് കേട്ടവനോട്ടില്ല, വഅദിന്റെ മജ്ലിസ് സഹായിച്ചവനോട്ടില്ല, ആ വഅദക്ക് വന്നയാൾക്ക് സ്വാഗതാക്കിയവന ഉദ്ഘാടനാക്കിയ ആളാ, ആ വഅദക്ക് വേണ്ടി പാതിര ജാബത്തോല അധ്വാനിച്ചിട്ട് ലൈറ്റ് ഇടുക നിന്റെ ആളാ. ഏത് ആളാണെങ്കിൽ പോലും അതാ സ്വന്തം കണ്ണുര പോലും മുച്ചുണകാവാണ്ട് കിടക്കിற ഒരു കളികയുണ്ടല്ലേ, ആ ഗലികൾ റൂഹുടെ പിടിക്കൊണുക വേണ്ടി അസ്റായീൽ അലൈഹിസ്സലാം പറമ്പത്തുകൂ. അസ്റായീലെ ഭീകരമായ സന്നിവേശത്തെ കാണുമ്പോത്തുകൊണ്ടല്ലേ എത്ര ജാഗല വഅദ് ചൊന്നിട്ടാണ് പല ആളമാരും ഉൾപ്പെടെ പാട്ടിയവണോ, എത്ര ജാഗല ഭീകരമായ മരണത്തെ വിഷയത്തെ ചൊന്നിട്ടു, അസ്റായീലെ ഭീകരമായ അവസ്ഥയെ ചൊന്നു കൊടുത്തിട്ടു, അഥവാ സകറാത്തിന്റെ നൊമ്പലത്തെ വിശദീകരിച്ചു കൊടുത്തോണോ. ആ ഭീകരമായ സന്നിവേശത്തിൽ അസ്റായീലെ മുന്നിൽ കാണുമ്പോ അസ്റായീലിന്റെ ഭീകരമായ അവസ്ഥ കണ്ട് വല്ലാത്ത പേടിയാണ്. അസ്റായീൽ സകറാത്തിന്റെ റൂഹുടെ പിടിക്കൊണുക പണ്ട് സമയത്തിലുണ്ടല്ലേ ഏതു നൊമ്പലമാണ് അനുഭവിക്കണുകൊല്ല കൊന്തുണ്ട. അല്ലാഹുവിന്റെ പ്രവാചകന്മാരായ അല്ലാഹുവിന്റെ നബിമാരായ ജീവിതത്തിലൊരു കറാഹത്ത് പോലും ചെയ്യണുകാവാത്ത തരത്തില് അല്ലാഹ് സംരക്ഷണ കൊടുത്ത മഹാന്മാരായ പ്രവാചകന്മാർ പോലും അല്ലാഹുവിന്റെ നബിമാർ പോലും അതാ മരണപ്പെട്ടു പോയ സമയത്തിൽ അനുഭവിച്ച നൊമ്പല ഏത് കൊന്തുണ്ട. അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാം വിളിച്ച് കേക്കിട്,
ബാക്കിയുള്ള പ്രവാചകന്മാരെ പോലെയല്ലല്ലേ മൂസാ നബി അലൈഹിസ്സലാം. അല്ലാഹുടെ മുട്ട വലിയ സ്ഥാനമാണ്, മിന്ന മഹാനാട്. അതാ പേര് ചൊല്ലുമ്പൊത്തുകെ മൂസാ നബിയെ ചൊല്ലോടെ കലീമുല്ലാഹി മൂസാ. അല്ലാഹുരൊട്ടിಗೆ നേരിട്ട് പലക്കെ പറഞ്ഞ കനക്കത്തെ പ്രവാചകനാണ്. പിന്നെ ഒരു നബിമാർക്കും അങ്ങനത്തെ സ്ഥാനമില്ല. അല്ലാഹുടെ ഖുർആനിൽ പോലും നന്റെ ചങ്ങായാണ്, നന്റെ ഖലീലാണ് ഇബ്രാഹിം കൊണ്ട് ചൊന്നെങ്കിൽ പോലും അല്ലാഹുരൊട്ടിಗೆ നേരിട്ട് പലക്കെ പറയുന്നു ഇബ്രാഹിം നബിക്ക് പോലും സാധ്യമായിട്ടില്ല. മൂസാ നബിക്ക് വലിയ സ്ഥാനമാനമുണ്ട്. മൂസാ നബിക്ക് അല്ലാഹു ചെയ്തു കൊടുത്ത നിഅമത്ത് വിശദീകരിക്കൊടുക്കാവാത്തതാ. അതുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം പോലും അല്ലാഹുടെ ഉന്നതമായ സ്ഥാനത്ത് എത്തിയ മൂസാ നബി അലൈഹിസ്സലാം മരണപ്പെട്ടു പോയ സമയത്തിൽ അല്ലാഹു വിളിച്ചു കേക്കടാ, യാ മൂസാ കൈഫ വജത്തൽ മൗത്ത്. സകറാത്തിര നൊമ്പല എങ്ങനെ എന്ത് മൂസാ നബിയേ. പലാളുമാര് മരണപ്പെട്ടു പോകുമ്പോ ചുണ്ടുക തന്നിത്ത് പാട്ടി കൊടുത്തറ. പലാളുമാര് മരണപ്പെട്ടു പോകുമ്പോ മുട്ട നിന്റെ യാസീൻ ഓതി കൊടുത്തറ. പലാളുമാര് ഹാർട്ട് അറ്റാക്ക് ആയി മരിക്കുമ്പോ അങ്ങനെ കണ്ണുകൊണ്ട് കണ്ടതുണ്ടു. ആ മരണപ്പെട്ടു പോകേണ്ട ആള് അനുഭവിക്കുന്ന നൊമ്പല എന്തിനെ കൊന്തുന്ന മുസ്ലിമീങ്ങള് അല്ലാഹുടെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാം ചൊല്ലുന്നു, പടച്ചോണ നാണതിര എങ്ങനെ ചൊല്ലണോ. സകറാത്തിര നൊമ്പലമുണ്ടല്ലേ പടച്ചോണ്, എങ്ങനെ നക്ക് അനുഭവപ്പെട്ട ഗൊന്തുണ്ട. റൂഹ് പോകുമ്പോഴത്തേക്ക് ഏത് നൊമ്പല നന്റെ തടിക്കായിര ഗൊന്തുണ്ട. അതാ ഒരു പക്ഷിയുടെ അറുത്തിട്ട് ജീമ പോണ്ടേക്കുമൊന്നൊരു ഒരു പക്ഷിരെ അറുത്തിട്ട് ജീമ പോണ്ടേക്കുമൊന്നൊരു. ആ പക്ഷിരെ മീത്ത് നല്ല തുള്ളുടെ എണ്ണകി ഒരു കോലിക്കായനു കിട നല്ല പയച്ചിട്ട് തുള്ളുമ്പത്തുകല്ലേ. അതുപോലെ തുള്ളുടെ എണ്ണ ഒരു പക്ഷിരെ കൊല്ലാണ്ട് ജീമ പോവാണ്ട് ആ പക്ഷിയുടെ ജീമത്തോടുകൂടി തലക്കിടെ തുള്ളുടെ എണ്ണ കിട്ടെങ്കില് ആ പക്ഷിയുടെ അവസ്ഥ എന്താവും. അല്ലാ പാരിട്ട് ഒന്ന് രക്ഷപ്പെടാണ്ട് പീരിക്കൊമ്പത്തുകൂ അതിരെ രംഗയല്ല എണ്ണൽ ബന്ധിട്ട് രംഗയുടെ പന്ത് പാട്ടുക പോലും ആവില്ല. അഥവാ ഒന്ന് വേഗം മറിച്ചെങ്കിൽ ഈ നൊമ്പലത്തിൽ നിന്ന് രക്ഷപ്പെടല്ലേണ്ട് പീരിക്കൊമ്പത്തുകൂ ആ എണ്ണൽ കിടന്ന് പെടക്കിടെ പക്ഷിയുടെ ജീമ പോണ്ടുമില്ല. പാരിട്ട് ബച്ചാവാവണുക പോലും ആവില്ല. ഒന്ന് റൂഹ് പോയിട്ട് പോലും കിട്ടില്ല. അങ്ങനത്തെ ജീവൻ മരണസ്ഥിതിയിൽ എങ്ങനെയാണ് ഓരോ പക്ഷി എണ്ണൽ കിടന്നിട്ട് പെടക്കിട്. അതുപോലെ നാണ് സകറാത്തിര നൊമ്പലത്തിൽ പെടച്ചിര അല്ലാഹുടെ നബിയായ മൂസാ നബി ഈ നൊമ്പലമാണ് അനുഭവിച്ചിരേണ്ട കണ്ടെങ്കിൽ ആയിഷാ ബീബി റളിയല്ലാഹു അൻഹായുടെ മടിയിൽ തല വെച്ചിട്ട് അല്ലാഹുടെ റസൂൽ വഫാത്താവണുക വേണ്ടി കിടന്ന സമയത്തിൽ ആയിഷാ ബീബിയുടെ മടിയിൽ തല വെച്ച് കിടന്ന അല്ലാഹുടെ റസൂൽ ആയിഷാ ബീബി റളിയല്ലാഹു അൻഹാരൊട്ടിക ചൊല്ലുന്നു, ആയിഷാ ഇന്നലിൽ മൗതി ലസകറാത്ത്. മരിപ്പുകും നൊമ്പലമുണ്ട് ആയിഷ, മരണത്തെ നൊമ്പലത് വല്ലാത്ത നൊമ്പലമാണ് ആയിഷ. അല്ലാഹുടെ റസൂൽ അതാ ഒരു തോട് കൊണ്ടിട്ടുണ്ടാക്കിയ കനിക്കത്തെ ഒരു ബക്കറ്റ് പോലത്തെ ഒരു സാമണില് ചെപ്പ തണ്ണി അല്ലാഹുടെ റസൂൽ മുട്ടബൈ പാടിട്ട് ആ തണ്ണിക ഗൽഗ കൈ ഇങ്ങനെ മുക്കിയിട്ടുണ്ടല്ലേ. മരണത്തെ നൊമ്പലത്തിൽ സങ്കട്ടാപത്ത് അല്ലാഹുടെ റസൂൽ ആ മുഖത്തെ ചെപ്പ തണ്ണിൽ ഇങ്ങനെ പൂഞ്ഞിട്ട് ആയിഷ ബീവിരട്ടിക ചൊല്ലുള്ളൂ, ആയിഷ മരണത്തുക നൊമ്പലമുണ്ട് ആയിഷ. സകറാത്തുക വല്ലാത്ത ഭീകരമായ നൊമ്പലമാണ് ആയിഷ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ നൊമ്പല അനുഭവിക്കുന്ന ചില ആളുമാർക്ക് ഷഹീദിന്റെ പ്രതിഫലത്തെ അല്ലാഹുടെ റസൂൽ ചൊല്ലുന്നു. എല്ലാ മരണം ഒരുപോലെയല്ല. അല്ലാഹുടെ റസൂൽ ചൊല്ലുടെ എല്ലാ മരിപ്പ് ഒരുപോലെയല്ല. ചില ആളുമാരെ മരണത്തിന് ഷഹീദിന്റെ കൂലിയുണ്ടോ. ആ വിഭാഗത്തിലാണ് പെണ്ണുങ്ങളെ അല്ലാഹുടെ റസൂൽ ചൊല്ലുടെ. ഒരു പെണ്ണ് മീത് പ്രസവ വേദനയില് പേത്തിര നൊമ്പലത്തിൽ അനുഭവിച്ചിട്ട് മീത് മരണപ്പെട്ടു പോണ്ട ആളുണ്ട് കണ്ടെങ്കിൽ, അഥവാ പെരുമ്പത്തുക മരണപ്പെട്ടു പോയ ധാരാളം സഹോദരിമാരില്ലേ, മരണപ്പെട്ടു പോയാലുണ്ട് കണ്ടെങ്കിൽ ആ പെണ്ണുക നാല് ആഖിറത്തിൽ ഷഹീദിനെ കൂലിയാണ്.
അത് വ്യഭിചാരത്തിൽ നിന്നുള്ള പ്രസവമാണെങ്കിൽ പോലും, വ്യഭിചരിച്ചിട്ട് ആ വ്യഭിചാരത്തിൽ നിന്നുള്ള ഗർഭത്തെ പെരുന്ന സമയത്തിൽ പോലും ഒരു പെണ്ണുക മീത ആ നൊമ്പരത്തിൽ മരിക്കണായിട്ട് വന്നെങ്കിൽ ആ പെണ്ണുക പോലും അല്ലാഹു കൊടുക്കുന്ന ഷഹീദിനെ കൂലിയാ. സുബ്ഹാനല്ലാഹ്. വ്യഭിചാര ഭയങ്കര മോശമാ. വ്യഭിചാര എത്ര വലിയ മോശം കൊണ്ടുണ്ട ഈമാനുള്ളങ്ങള്. വ്യഭിചാര ആക്കെ ആള് നാല് അള്ളാടെ നരകത്ത് പോയ സമയത്തില് അങ്ങനെ ഗുഹ്യ ഭാഗത്തിൽ ഉൾകുടകനക്ക് ചൂവും ചോരയുണ്ടല്ലേ, ആ നാത്തത്തെ സതിക്കണുക പോലും നരകത്തിലുള്ള ആള് മാറുക സാധ്യമാവില്ല. ഭീകര ഭീകരമായ അല്ലാഹുവിന്റെ നരകത്തെ അദാബിടെ സദിഖനായി ബർനായ ഒരു മനുഷ്യമാർഗ സുബ്ഹാനല്ലാഹ്. നരകത്തെ തീരെ പവർ തരകൊണ്ടുന്ന മുസ്ലിമീങ്ങള് ദുനിയാവിടെ തീക്ക് ഇരുമ്പുടെ ക്യാൻഡ് ഏഴിയ കനക ഏടുപാട്ടുണുകാവിടൂ. ദുനിയാവിടെ തീയുണ്ടല്ലേ, ഈ ദുനിയാവിടെ തീക്ക് ഇരുമ്പുടെ പോലും തണ്ണിയാ കൊണുകൊല്ല ശക്തിയുണ്ട് കണ്ടെങ്കിൽ 1945 നടന്ന് അവസാനിച്ച കനകത്തെ രണ്ടാമത്തെ ലോകത്തെ മഹായുദ്ധ അവസാനത്തില് ജപ്പാന്റെ വലിയ അറിയപ്പെട്ട ഹിരോഷിമ നാഗസാക്കി പട്ടണത്തില് അമേരിക്കത്തെയും ബ്രിട്ടന്റെ രണ്ട് പട്ടാളക്കാര് സൈനികമാര് ജണ്ടിയായിട്ട് അണുബാമ്പുടെ കുണപോയി ചൊരിച്ച സന്ദർഭത്തില് അവിടെ ഉള്ള കറണ്ടിന്റെ ഇരുമ്പുടെ കമ്പങ്ങൾ പോലും അതാ ക്യാൻഡിൽ ഏരിയ പോലെ ഏരി പോയിരോല. സുബ്ഹാനല്ലാഹ്. ഇരുമ്പുടെ കല്ലുകളുണ്ടല്ലേ, ഇരുമ്പ് പോലും ഇരുമ്പുടെ കമ്പങ്ങൾ പോലും അതാ ദുനിയാവിടെ തീരെ പവറിന് മുന്നുള്ള തന്നെയായിട്ട് പോണ്ടുകൊണ്ട് കണ്ടെങ്കില് ഈ ദുനിയാവിടെ തീരെ കാണ എല്ലുവോ ഇരട്ടിയാറ് പവറാണ്. ദുനിയാവിടെ തീരെ താങ്ങണ ഒരു മനുഷ്യരെ തടിക്ക് സാധ്യമുണ്ടാ. ദുനിയാവിടെ തീരെ അണുബാമ്പ് ചൊരിച്ച ആ കാരണം കൊണ്ടിട്ടു അതാ 10 വർഷം 80 വർഷത്തോളായോണ്ട് വന്നിട്ട് പോലും ആ രായത്തിന് ഇണ്ടും പ്രസവിക്കിടക്കനക്കതെ മക്കള് അണ്ട് ചൊരിച്ച അണുബാമ്പുടെ കുറത്തുണ്ടോ, അണ്ട് ചൊരിച്ച അണുബാമ്പുടെ എഫക്ട് ഉണ്ടോ. 10-80 വർഷത്തിന് മുന്നേ അവിടെ ചോദിച്ച കനകത്ത് തീയുണ്ടല്ലേ, ആ തീയുടെ പരിണാമ ഈ ആ തീയുടെ കാരണം കൊണ്ടു ഇണ്ടും ജനിക്കുന്ന മക്കളെ കതിരെ തൊന്തരായോണ്ടുണ്ട് കണ്ടെങ്കില് ഇത് ദുനിയ അവിടെ തീക്കുള്ള പവറുണ്ട് കണ്ടെങ്കില് ഇതിനെക്കാണ എലുവോ ഇരട്ടിയാറെ പവറുള്ള ആഖിറത്തെ തീയാണ്. ആ തീയുടെ താങ്ങണോ നണ്ടം നിങ്ങളുടെ ശരീരത്തിന് സാധ്യമാണോ? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ചൊല്ലുടൂ, അല്ലാഹുവിന്റെ നരകത്തിക്ക് പോണ ഒരു മനുഷ്യ കള്ള കൊടുക്കൂടെ ആരോഗ്യം എന്തിനെ കൊണ്ടുണ്ട്. അല്ലാഹുവിന്റെ നരകത്തിക്ക് പോണ ഒരു മനുഷ്യ കള്ള കൊടുക്കൂടെ ആരോഗ്യം എന്തിനെ കൊണ്ടുണ്ട്. മുസ്ലിമേ, ഈ ദുനിയാവിലുള്ള എത്ര നല്ല ആരോഗ്യം എന്ന മനുഷ്യ ഏത് ജിമ്മുക്ക് പോയിട്ട് എത്ര കിലോ ഒരറ്റ പരിപാടിയ മനുഷ്യാണെങ്കിൽ പോലും അല്ലാഹുവിന്റെ ആഖിറത്തെ അദാബിടെ മുന്നുള്ള ഉണുകു താങ്ങുണുകാവില്ല. അതാ ആഖിറത്തിൽ അല്ലാഹുവിന്റെ നരകത്തിലുള്ള ഏറ്റവും ചെറിയ അദാബ് എന്തിനേട്ട് കേൾക്കുമ്പോത്തുകൂ, അല്ലാഹുവിന്റെ നരകത്തിലുള്ള ഏറ്റവും ചെറിയ ശിക്ഷ എന്തിനേട്ട് കേൾക്കുമ്പോത്തുകൂ അല്ലാഹുവിന്റെ റസൂല് ചൊല്ലുടൂ അതാ തീരെ രണ്ട് ചെരുപ്പട അല്ലാഹു നരകത്തിലുള്ള ആളുമാർക്കെടുപ്പാട്ടറാ. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയാണ് പെണ്ണുങ്ങള് തീരെ രണ്ട് ചെരുപ്പ്. നരകത്തെ തീരെ രണ്ട് ചെരുപ്പടെ അള്ള ഒരു മനുഷ്യരെ കാല് കെടുപ്പാട്ടും പൊത്തുകൂ ആ ചെരുപ്പ് കാല് പൈക്കലോടുകൂടി തലയുടെ കൊണ്ടുണ്ടല്ലേ അതാ മൂക്കുടെ ദ്വാരത്തിൽ തന്നെയായിട്ട് അറിഞ്ഞിട്ട് ഇത്തിപ്പോണ്ടൂതാ. അങ്ങനത്തെ പവറുള്ള നരകത്തെ തീരെ താങ്ങണുകു വേണ്ടിട്ട് ആ തീരെ അനുഭവിക്കണുകു വേണ്ടിട്ട് അല്ല നരകത്തുക പോണ മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന ആരോഗ്യം എത്ര കൊണ്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് ചൊല്ലുടൂ നരകത്തുക പോണ ഒരു മനുഷ്യരുടെ തടിയുടെ ഗാത്ര എത്ര കൊണ്ടുണ്ട് പെണ്ണുങ്ങള്. അതാ ഒരു കുഞ്ചിനെ പിന്നൊരു കുഞ്ചിന് നടന്നിട്ട് മീത്ത് എത്തണമെങ്കിൽ ഒരു കുഞ്ചിന് പിന്നൊരു കുഞ്ചുള്ള ജാഗക മീത്ര യാത്ര ചെയ്തിട്ട് എത്തണോണ്ട് കണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടൂ സ്വഹാബ 3 നാള് യാത്ര ചെയ്യണായി വരൂ. ഒരു മനുഷ്യരെ ഒരു കുഞ്ചിനെ പിന്നൊരു കുഞ്ചിക്ക് എത്തുന്നുണ്ട് കണ്ടെങ്കിൽ 3 നാള് യാത്ര ചെയ്യണായിട്ട് വരൂ. അങ്ങനത്തെ ശരീരത്തുള്ള ഗാത്രത്തെ കൊടുത്തിട്ടാണ് അല്ലാഹു നരകത്തേക്ക് വലിച്ചിരിടേ. ആ ഭീകരമായ നരകത്തെ അദാബിനെ അനുഭവിക്കുന്ന മനുഷ്യന്മാര് പോലും അല്ലാഹുവിന്റെ നരകത്തിൽ കിടന്നിട്ട് ഒരേ ഒരു വിഷയത്തിൽ കാവല് കേൾക്കടന്നിനെ കൊണ്ടുണ്ട്. പടച്ചോണ് മനുഷ്യന്മാരെ ഗുഹ്യ ഭാഗത്തിൽ പണ്ട് ദുർഗന്ധത്തെ സതിക്കൊണുകാവില്ല അല്ലാ. അതുകൊണ്ട് നരകത്തിൽ നിന്ന് അങ്ങനെ വേറെ ഒരു ജാഗക ബദലാക പടച്ചോണ്.
നരകത്തെ തീ താങ്ങുകാവില്ല നരകത്തെ തീയുടെ ಬಗ್ಗೆ ಅಲ್ಲ ಬೇಜಾರು ചൊല്ലുടെ സുബ്ഹാനല്ലാഹ് നരകത്തെ തീ വല്ലാത്തതേ എങ്കിൽ പോലും നരകത്തിൽ കിടന്ന മനുഷ്യന്മാർ അല്ലാഹുവിന്റെ കാവല് കേൾക്കടേ വ്യഭിചാരിണികളായ മനുഷ്യന്മാരെ ഗുഹ്യ ഭാഗത്തിൽ ബണ്ടകനിക്ക് ദുർഗന്ധമുണ്ടല്ലേ ആ ദുർഗന്ധത്തിൽ നിന്ന് ഞങ്ങളെ നരകത്തിൽ നിന്നൊന്ന് സലാമത്താക്ക് അല്ലാഹ് അങ്ങനത്തെ വ്യഭിചാരിണിയായ പെണ്ണ് പോലും ആ വ്യഭിചാരത്തിൽ നിന്നുണ്ടായ ഗർഭത്തെ സമയത്തിൽ അതിനെ പെറുമ്പുത്തുക പേത്തിന് നൊമ്പലത്തിൽ മരണപ്പെട്ടു പോണ്ടേണ്ട് കണ്ടെങ്കിൽ അത് അല്ലാഹു കൊടുക്കുന്ന ശഹീദിനെ കൂലിയാ അല്ലാഹു കരുണയുള്ളവനോ അല്ലാഹു വലിയ കരുണയുള്ളവനോ ആ കാരുണ്യവാനായ അല്ലാഹു ചൊല്ലുടാ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടാ സ്വഹാബ ഒരു പാല് കുടിക്കുന്ന കിടാവിനുട്ടിക എത്ര കരുണയാണ് ഉമ്മകിക്കടേ പാല് കുടിക്കുന്ന ചെറിയ ഒരു ഉമ്മയുടെ പാല് കുടിക്കുന്ന കിടാവിനുട്ടിക എത്ര ഒരു കരുണ വാത്സല്യ ഒരു ഉമ്മകിക്കൂ അതിനെ കാണ യാര വാത്സല്യ അല്ലാഹു അടിമങ്ങളുട്ടി പാല് കുടിക്കുന്ന കിടാവരുട്ടിക ഉമ്മ കൊല്ലത്തെ പിരിസത്തെ കാണാൻ യാര പിരിസ അല്ലാഹു മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരുട്ടിക കൊണ്ടോ അല്ലാഹു ഒരാളും വെറുതെ അല്ലാഹു ശിക്ഷിക്കില്ല പിന്നെമാ ഞങ്ങൾ സ്വന്തം ഞങ്ങളെ ശരീരത്തെ നരകത്തേക്ക് വലിച്ചിട്ട് കൊണ്ടുപോകും ഞങ്ങൾ സ്വന്തം ശരീരത്തെ ഞങ്ങമേ അന്യായമായിട്ട് അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരായി അതാണ് ചൊന്ന പരൻവിധി ചുമ്മാ വിട്ട് ചൊങ്കില് നടക്കുന്ന ശുജഅത്തെ നമുക്കുണ്ട് നാട്ടിലെ ഖബർ എന്ന വീട് നല്ല ആരോഗ്യമുള്ള അധികാരമുള്ള സമയത്ത് നല്ല സമ്പത്തുള്ള സമയത്ത് അല്ലാഹുവിനെ മറന്നിട്ട് ഖുർആനെ ധിക്കരിച്ചിട്ട് അഹങ്കാരത്തോടുകൂടി ജീവിച്ച മനുഷ്യ എത്ര വലിയ ആളാണെങ്കിൽ പോലും ഒരു നാളെ നിന്റെ കൊണ്ടുപോയിട്ട് കിടപ്പാട്ടിന് കൊണ്ടൊക്കെ എനിക്ക് ഒരു ജാഗയുണ്ട് ഏത് ജാഗ പെണ്ണുങ്ങളെ എത്ര ഗുളിയെടുക്കട ആ ജാഗയിൽ ഞങ്ങളെ കിടപ്പാട്ടും പൊത്തുക സുബ്ഹാനല്ലാഹ് ദുനിയാവിൽ നടക്കുമ്പോഴത്തേക്ക് എത്ര നല്ല സെന്റ് ഇട്ടിട്ട് നടന്നുകൊണ്ട് എത്ര കമ്മണ ബന്ധവനോട് സെന്റരെ മണ കേട്ടിട്ട് പല ആൾമാർക്കും ആശായി പോയി പഠിച്ചവനെ നാണും ഇത്ര വലിയ പൈസക്കാരനായിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ സെന്റ് നാണും ഇട്ട് നടന്നുവരാൻ അങ്ങനത്തെ സെന്റ് ഇട്ട് മനുഷ്യരെ കബറിൽ കൊണ്ട് പോയിട്ട് കിടപ്പാട്ടും പൊത്തുക ആ കബറുക്ക് എത്ര ഗുലിയാക്കട കൊണ്ടുണ്ട് 6 ഫീറ്റ് കാണാൻ 6 ഗുലി ചിലപ്പോ എന്ത് കത്തര ഗുലിയാ ഖബർ കത്തര ഗുലിയാക്കടതിലെ ഒന്നാമത്തെ കാരണം ബഹുമാനപ്പെട്ട ഖതീബ് ഉസ്താദിനെ കേട്ട് നോക്കൂ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഫിഖ് വിശദീകരിക്കണ എല്ലാ കർമ്മശാസ്ത്രത്തെ ഗ്രന്ഥത്തിലും ചൊല്ലുടൂ ഒരു മനുഷ്യരെ മയ്യത്തിനെ കൊണ്ടുപോയിട്ട് ഖബറിൽ വെച്ചെങ്കിൽ ആ മയ്യത്ത് ചീഞ്ഞിട്ട് നാര സമയത്തിലുണ്ടല്ലേ ആ മയ്യത്ത് ചീഞ്ഞിട്ട് ചൂവും ചോരയായിട്ട് ഖബർ നിറയുടെ സമയത്തിലുണ്ടല്ലേ ആ മയ്യത്തിനെ നാഥ ദുർഗന്ധ പർത്ത് പറകു തീരാ അഥവാ ഖബറിന്റെ മേലെ നടക്കുന്ന കനകത മനുഷ്യന്മാരെ അതിനെ നാഥ പറകു തീരാ അതിക്ക് വേണ്ടിയാണ് ഖബർ അത്ര ഗുലിയാക്കട മയ്യത്തും ചീഞ്ഞിട്ട് ഖബറുകൾക്ക് നാറു എത്ര വലിയ വലിയാണെങ്കിൽ പോലും ചിലപ്പോ ഖബറുകൾക്ക് വെച്ചിട്ടാകുമ്പോ വലിയുടെ ശരീരം മണ്ണിൽ ദ്രവിച്ചു പോകും ചില ജാഹിലീങ്ങൾക്ക് ചില വിശ്വാസമുണ്ട് വലിയൂല അള്ളാന്റെ വലിയൂല ബേനക എല്ലി നോക്കറി എന്തെങ്കിലും കിട്ടാൻ നോക്കോറോ സുബ്ഹാനല്ലാഹ് ഒരു വലിയാണെങ്കിൽ അത് അങ്ങനെമേ ബാക്കിയാവനുണ്ട് 6 പടി പാട്ടിയെ അള്ളാഹുടെ പ്രവാചകന്മാർ അള്ളാഹുടെ നബിമാർ അങ്ങനെ ശരീരത്തെ സംബന്ധിച്ചിട്ട് അള്ളാഹുന്റെ റസൂൽ ചൊന്നു ഇന്നല്ലാഹ ഹറമ അലൽ അർദ് അജ്സാദൽ അംബിയാ അള്ളാഹുടെ പ്രവാചകന്മാരായ അള്ളാഹുടെ നബിമാരെ ശരീരമുണ്ടല്ലേ അത് ഈ ഭൂമിയുടെ മണ്ണുക അല്ലാഹ് ഹറാമാക്കിറ ആ തടിയുടെ മണ്ണ് തൊടില്ല ആ തടിയുടെ മണ്ണ് തൊടില്ല ചില മഹാന്മാരായ സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാർ പോലും അങ്ങനെ ശരീരത്തെ ഒരുപക്ഷെ മണ്ണ് തൊടാണ്ട് ബാക്കി വയ്ക്കൂ പക്ഷെ മണ്ണുക അങ്ങനെ ശരീര ഹറാമല്ല ഹറാമു ചൊന്നെങ്കിൽ അള്ളാഹു നങ്ങവർ ഹറാമാക്കി വ്യഭിചാര കള്ളുകൂടി അതുപോലെ ബഡ്ഡി എടുക്കരുത് ഇതുപോലത്തെ ഹറാമ് ഗീബത്ത് നമീമത്ത് ചൊല്ലൽ ഈ ഹറാമാക്കിയെങ്കിൽ അള്ളാഹു നങ്ങളെ നാളെ ശിക്ഷിക്കരുത് പോലെ ഈ ഭൂമിയുടെ മണ്ണിടെ അള്ളാഹു നാളെ ശിക്ഷിക്കട അങ്ങനത്തെ ഹറാമത് ഉണ്ടല്ല പിന്നെ ഹറാമു ചൊന്നും കൂടെ വിലക്കപ്പെട്ടത് ഭൂമിയുടെ മണ്ണ് അള്ളാഹു നിഷിദ്ധമാക്കിയ ആ മണ്ണ് അതിൽ തൊടകുല്ല സാധ്യത ധൈര്യമില്ല മണ്ണിന്റെ സ്വഭാവം എന്തിനെ വെച്ചെങ്കിൽ അതിനെ കറക്കിട്ട് വിട്ടതാണ് അത് എത്ര ഗട്ടിരെ മുള്ളാണെങ്കിൽ പോലും മനുഷ്യന്മാരെ മറമാടിയ പണിങ്ങ നോക്കൂ ഖബറെടുക്കുന്ന ആൾമാരുടെ കേട്ട് നോക്കൂ പല കാലത്തിൽ കുറെ വർഷத்துக்கு മുന്നിൽ ഖബറെടുത്ത് അതേ ജാഗയിൽ ബദലെ ആ ഖബറെ എല്ലിടെങ്കിൽ അവിടെ മനുഷ്യരെ മയ്യത്തിരെ മുള്ളു പോലും കാണാൻ അതെല്ലാം മണ്ണായിട്ടിക്കും മുള്ളു പോലും കാണാനായിട്ടാണ്
അപ്പൊ ഒരു മനുഷ്യരെ ശരീരത്തെ മണ്ണിൽ കൊണ്ടുപോയിട്ട് വെച്ചെങ്കിൽ ചീഞ്ഞിട്ട് നാത്ത പണ്ടൊക്കെ തടി, ആ തടിയാണെന്നങ്ങ, ആ ശരീരമാണ് ഞങ്ങൾക്കുള്ളേ. ആ ശരീരത്തെ ഒരു മയ്യത്തിനെ കൊണ്ടുപോയി കബറുള്ള വെക്കുമ്പോത്തുകൂ. ആ കബറുള്ള വെച്ച് ചീഞ്ഞ സമയത്തിൽ മയ്യത്തെ നാറാട്ടിക്കൊണുക വേണ്ടിട്ട്, അഥവാ നാരിയെങ്കിൽ മേലുള്ള ഞങ്ങൾക്ക് തൊന്തരാവാട്ടിക്കൊണുക വേണ്ടിട്ട് കബറിന്റെ ചൊമ്മ ഗുലിയാക്കുന്നു. ഞാനതാ ഒരു നാൾ ഒരു കബർ സ്ഥാനത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോത്തുക മുസ്ലിമീകള് ഈമാനുള്ള തോട്ടത്തിലുള്ള നന്റെ സഹോദരന്മാരെ മനസ്സിലാക്കണുക വേണ്ടി ചൊല്ലുടെ. ഞാനൊരു പള്ളിയുടെ കബർസ്ഥാനത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുത്തുകൂ. അതാ ഒരു കബറെടുത്തോണ്ടുള്ള ജാഗലിങ്ങനെ പുക വന്നോണ്ടുണ്ടു. എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. കബറെടുത്തോണ്ടുണ്ട്, ഉൽഗത്തിൽ ഇങ്ങനെ പുക വന്നോണ്ടുണ്ടു. നാണ് വിചാരിച്ച് സുബ്ഹാനല്ലാ, എന്തൊരു ധൈര്യ കബറെടുക്കരങ്ങക്ക്. കബറിന്റെ ഉൽഗ നിന്നിട്ട് പോലും ബീഡി വലിക്കണക്ക് ധൈര്യമുണ്ടല്ലേ, കബറിന്റെ ഉൽഗ നിന്നിട്ട് പോലും സിഗരറ്റ് വലിക്കണക്ക് ധൈര്യമുണ്ടല്ലേ ചൊന്നിട്ടു. നേരെ കബറിന്റെ മുട്ട പോയിട്ട് നിൽക്കി നോക്കുമ്പോത്തുകൂ അതാ രണ്ട് ഭാഗത്തിൽ കൊട്ടും പിക്കാസ് പിടിച്ചിട്ട് കബറ് തോണ്ടുരങ്ങ. ആ കബറിന്റെ മൂലക മൂതുപത്തി കുത്തി വെച്ചിരാറ്. വീട്ടിലേതാ സിഗരറ്റ് പുകയല്ല വന്നോണ്ടുള്ളേ. മൂലകം നല്ല മണവുള്ള ഊതുപത്തിരെ കുത്തി വെച്ചിരാറ്. എന്തിങ്ങനെ ഊതുപത്തി വെച്ചിരേട് കാരണം കേൾക്കുമ്പോ കബറെടുക്കുന്ന ആളുമാറ് നണ്ടിട്ട് ചൊന്നൊരു ഉസ്താദ്, ഈ കബറിന്റെ അപ്പുറത്തുള്ള ഒരു കബറുണ്ടല്ലോ, ഇതൊരു പെണ്ണുങ്ങളെ കബറാണ്. ഈ കബറിന്റെ അപ്പുറത്തുള്ള കബറൊരു പെണ്ണുങ്ങളെ കബറാ. 10 നാള് പോലും ആയിട്ടില്ല കബറിന്റെ കൂടെ മറമാടിയിട്ട്. 10 നാളവിടേക്ക് മുന്നൊരു രണ്ടാമത്തെ കബറാണ് ഈ റായത്തിൽ ഞങ്ങൾ എടുത്തോണ്ടുള്ളേ. സുബ്ഹാനല്ലാ, ഈ കബറിനെ ഇങ്ങനെ താത്തിയോണ്ട് പറമ്പത്തുകൂ. അപ്പുറത്തെ കബറിന്റെ തായെ കബറിന്റെ മുട്ടത്തേക്ക് ഗുലിയെത്തുമ്പത്തുകൂ. ആ കബറിന്റെ പണ്ട് നാത്തത്തെ തടയണുകാവില്ല. അതുകൊണ്ട് കബറ്, ഈ കബറിന്റെ മൂലകം ഊതുപത്തി കുത്തിവെച്ചിരതിരെ മണത്തുകെങ്കിലും തെല്ല് നിക്കണുകാവല്ലേ ചൊന്നിട്ടു. ഊതുപത്തിരെ ഞങ്ങൾ കുത്തിവെച്ചിരേണ്ട ചൊന്നിട്ടിന്നെങ്കില് നിന്റെ ഈ മാറുള്ള മുസ്ലിമത്തായ പെണ്ണുങ്ങള് എത്ര നല്ല ശരീരമാണെങ്കിൽ പോലും ഈ തടിരെ കണ്ടിട്ട് ആറ് കാശാവണോ ചൊന്നു നടന്ന പെണ്ണാണെങ്കിൽ പോലും ഈ തടിരെ കണ്ടിട്ട് ഏതെങ്കിലും ഒരു പെണ്ണ് നിന്റെ പിറകെ പറഞ്ഞോ ചൊന്നിട്ടു ആശ വെച്ചിട്ട് നടന്ന ബാലകാരനാണെങ്കിൽ പോലും ഈ മാറുള്ളങ്ങള് അതാണങ്ങനെ ശരീരം ചീഞ്ഞിട്ട് നാര ദുർഗന്ധ പറമ്പത്തുകൊണ്ടല്ലേ. എത്ര ആളുമാറുക കബറെടുത്ത ആളുമാറുക പോലും ആ കബറിന്റെ മുട്ട പോലും നിക്കണുക സാധ്യമാവാത്ത പരിസ്ഥിതിയാ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് ചൊല്ലുമ്പോത്തുകൂ ആ കബറിനെ സംബന്ധിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുമ്പോത്തുകൂ ആ കബറിലുള്ള ജീവന എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിക്കുമ്പോത്തുകൂ. സ്വഹാബത്തിന്റെ കൂട്ടത്തിലൊരു മഹാനുണ്ടു. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന്റെ കൂട്ടത്തിലൊരു മഹാനുണ്ടു. ഏത് മഹാന് കൊണ്ടുണ്ട അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വലിയ സ്ഥാനമുള്ള ഒരാള്, രണ്ട് പ്രകാശത്തെ ഉടമയാണ്. രണ്ട് പ്രകാശത്തെ രണ്ട് വെളിച്ചര ഉടമ ചൊല്ല പേര് കിട്ടിയ മഹാനാണ്. അല്ലാഹുവിന്റെ റസൂല് രണ്ട് പെണ്ണുമക്കളെ മങ്ങിലാവണകുള്ള ഭാഗ്യം കിട്ടിയ സമയത്തില് അല്ലാഹുവിന്റെ റസൂല് 4 പെണ്ണുമക്കള് രണ്ട് പെണ്ണുമക്കളെ മങ്ങിലാവണകു ഭാഗ്യം കിട്ടിയ മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂല് ചൊല്ലുടു, ഇന്ന ലികുല്ലി നബിയ്യിൻ റഫീഖൻ ഫിൽ ജന്ന. എല്ലാ ഓരോ നബിമാർക്ക് ആദം നബിയെ പിടിച്ചിട്ട് അവസാനത്തെ നബിയായ നാണുള്ള സമയം വരേക്കും അഥവാ 1,24,000 നബിമാരുക പോലും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലൊരു ചങ്ങായിമാരുള്ള സ്വഹാബ. എല്ലാ നബിമാർക്കും സ്വർഗ്ഗത്തിലൊരു ചങ്ങായി മാറിക്കിടാറ്. എല്ലാ നബിമാർക്കും സ്വർഗ്ഗത്തിലെ ചങ്ങായി മാറിക്കൊമ്പത്തുകൂ. വറഫീഖി ഫിൽ ജന്നത്തി ഉസ്മാൻ. നന്റെ കൂട്ടുകാരന് നന്റെ ചങ്ങായി സ്വർഗ്ഗത്തിൽ ആര് കൊണ്ടുണ്ട് സ്വഹാബ? അത് നന്റെ മറുമോനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. പ്രഗൽഭനായ സ്വഹാബിയാണ് പെണ്ണുങ്ങള്. പക്ഷെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ ഖബറിലുള്ള ജീവനത്തെ സംബന്ധിച്ച് ചൊല്ലുമ്പോത്തുകൂ ആ ഖബറിൽ ഞങ്ങളെ വെച്ച സമയത്തിൽ അവിടെ ഞങ്ങളുടെ ശരീരത്തെ വിഷയത്തെ ചൊല്ലുമ്പോത്തുകൂ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങളെ അതാ താടിയെല്ലാം ചണ്ടിയായിട്ട് കണ്ണട തന്നി കൊണ്ട് നനഞ്ഞു പോയോണ്ടിന്ത്. എത്തരമാ സമയത്തിലുണ്ടല്ലേ, എത്തരമാ വട്ടം മരണപ്പെട്ടു പോയ സ്വഹാബത്തിനെ മറമാടിയ ഖബർ
ഖബർസ്ഥാനത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നടന്നോണ്ട് പോവത്തുകൂ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ അതാ അവർ തപ്പി പോന്നിട്ടുണ്ട് മനുഷ്യന്മാരെ മരണമാടിയ ഖബർസ്ഥാനത്തെ കാണുമ്പത്തുകൂ ഖബറിനെ കാണുമ്പത്തുകൂ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പോലും അവർ തപ്പിട്ട് പോന്നോണ്ട് കണ്ടെങ്കിൽ എന്റെ നാടും നിങ്ങൾ ഈമാൻ എത്ര കുറഞ്ഞ ആളുമാരാണ് മുസ്ലിമീങ്ങള് അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളായ സ്വർഗ്ഗം ഉറപ്പായിട്ടും കിട്ടരുത് അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ച കനികത്തെ സ്വഹാബത്ത് പോലും ഖബറിനെ പേടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഖബറിനെ പേടിച്ചിട്ട് ഏതെങ്കിലും ഒരു ജാവുക നിങ്ങൾ വറങ്ങാണ്ട് ഉൾപ്പൊട്ടിക്കുവാമാ ഖബറുക്ക് പോവാത്ത ആളാറുമില്ലല്ലേ സുബ്ഹാനല്ലാഹ് ഏത് സമയത്തിലുമാവാം ഖബറുക്ക് പോണ്ടത് എത്തരത്തരം മരണങ്ങളാണ് ഞങ്ങളുടെ രാജ്യത്തിൽ സംഭവിച്ചുകൊണ്ടുള്ളത് പഴയ കാലത്തെ പോലെ 60 വർഷം 70 വർഷം ഹാർട്ട് അറ്റാക്ക് ആവണ്ട 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കിടാവ് പോലും സ്കൂളിൽ പോന്നിട്ട് മരണപ്പെട്ടു പോയതിന് കാരണം കേൾക്കുമ്പോത്തുകൂ വൈദ്യകീയ റിപ്പോർട്ട് ചൊല്ലു ഹാർട്ട് അറ്റാക്ക് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കിടാവു 8 വർഷത്തെ കിടാവ് ഒലിമ്പോ വയസ്സൊരു കിടാവുക പോലും ഹാർട്ട് അറ്റാക്ക് കൊണ്ടുള്ള മരണം സംഭവിക്കുന്നത് ഈ കൊറോണ വന്നതിന് അനന്തരമല്ലേ കേട്ടത് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലോടു ഫജിഅത്തുൽ മൗത്ത് സഡൻ ഉണ്ടാവടെ സഡൻ മരണപ്പെട്ടു പോണ്ട ഹാർട്ട് അറ്റാക്ക് ഉണ്ടാ അഥവാ ബ്രെയിൻ സ്ട്രോക്ക് ഉണ്ടാ ഏത് പേര് നിങ്ങൾ വെച്ചെങ്കിലും സഡൻ ഉണ്ടാവടെ മരണമുണ്ടല്ലേ അത് ഖിയാമത്ത് നാളെ അടയാളമാണ് അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഖബറിനെ സംബന്ധിച്ച് ചൊല്ലുമ്പോത്തുകൂ ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ മേടക്ക് പകരം മാള സുബ്ഹാന റബ്ബേയതിൽ കഴിയേണ്ടതാ നസ്മാന ഖബറുണ്ട് ചൊല്ലുമ്പത്തുകെ പേടി മനസ്സുക പറഞ്ഞ പെണ്ണികള് ഖബറൂച്ച് ചൊല്ലുമ്പത്തുകെ മനസ്സിലൊന്ന് കൽബ് പൊട്ടിയിട്ട് കണ്ണില് തന്നി പറഞ്ഞ പോലെ ഈമാറുള്ളകള് മഹാന്മാരായ സ്വാലിഹികളാണ് ചൊല്ലി നിന്റെ ഉന്നതമായ എത്ര നല്ല വലിയ വലിയ സ്ലാപ്പിടക AC ഇല്ലാണ്ട് ഉറങ്ങുകാവില്ല എത്ര നല്ല ഉന്നതമായ സൗന്ദര്യമായ റായത്തെ പല ആളുമാറും പടച്ചോണ് ഇങ്ങനത്തെ അവരാളുകൾ കെട്ടുണുക നസീബ് കിട്ടിയെങ്കിൽ എത്ര വലിയ ഭാഗ്യവാൻ അല്ലാണ്ട് കൊതിച്ച കനികത അവവുണ്ടല്ലേ അങ്ങനത്തെ അബത്തുല് പോലും കിടന്നിട്ട് സന്തോഷത്തിൽ സുബയാക്കണു ആ ഖബറുക്ക് കൊണ്ടുപോയിട്ട് ബൈക്കുമ്പത്ത് കൊണ്ടല്ലേ പെണ്ണുങ്ങള് ഒരു തലങ്ങാണി പോലും കൽത്തുനുമ്പൽ അവിടേക്ക് വെച്ചു കൊടുക്കണു പാടില്ല അതുകൊണ്ട് ആ ഖബറുസ്ഥാന കാണുമ്പോത്തുകൂ ആ ഖബറടക്ക കനിക്കത്തെ ജാഗര കാണുമ്പോത്തുകൂ കൽബുൽ ഈമാന്റെ പ്രകാശ ബാക്കിയെങ്കിൽ അവനുക്ക് പേടി വരണു അതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങളുടെ സ്വഹാബത്ത് കാരണം കേക്കടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അല്ലാഹുവിന്റെ റസൂൽ നരകത്തെ ചൊല്ലുമ്പോൾ നിങ്ങൾ ബുൽപുട്ടത് ഞങ്ങൾ കണ്ടിട്ടില്ല അല്ലാഹുവിന്റെ റസൂൽ ആഖിറത്തെ ചൊല്ലുമ്പോൾ നിങ്ങൾ പേടിക്കരുത് ഞങ്ങൾ കണ്ടിട്ടില്ല അല്ലാഹുവിന്റെ റസൂൽ സിറാത്ത് പാലത്തിൽ കടക്കര വിഷയം ചൊല്ലുമ്പോൾ പോലും നിങ്ങളെ കണ്ണു നോക്കുമ്പോൾ അതിൽ തന്നി പഞ്ഞത് ഞങ്ങൾ കണ്ടില്ല പക്ഷെ നബി തങ്ങൾ ഏത് വിഷയം ചൊല്ലുമ്പോത്തും ഖബറിന്റെ വിഷയമീ അല്ലാഹുവിന്റെ റസൂൽ തുടങ്ങി തേണ്ട് കണ്ടെങ്കിൽ നിങ്ങളെ താടിരെ മുടി പോലും കണ്ണിടെ തന്നി കൊണ്ട് ചണ്ടിയാവിടുത് ഞങ്ങൾ കാണ്ട എന്തേ അത് കൊല്ല കാരണാണ്ട് കേൾക്കുമ്പോത്തുകു ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ ചൊല്ലുടൂ അതാ ഒരു മനുഷ്യരെ ആഖിറത്തെ ഒന്നാമത്തെ സ്ഥാന ഖബറല്ലേ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുടൂ ഖബറിലെ ഉൽഗ നിന്റെ കൂടെ ആറുള്ളാറ് പെണ്ണുകള് ആഖിറത്തിൽ നിൽക്കുമ്പോത്ത് ഒരുപാട് മനുഷ്യന്മാരുണ്ടു സ്വർഗത്തുക്ക് പോയെങ്കിൽ സ്വർഗത്തിലും ആളുമാറുണ്ടു നരകത്തുക്ക് പോയവണുക പോലും നരകത്തിൽ ആളുമാറുണ്ടു മയ്യത്തിനെ കൊണ്ടുപോകുമ്പോഴത്തുക പോലും ഒരുപാട് ചങ്ങായിമാറും ആളുമാറ് കൂടെയുണ്ടു പക്ഷേ ഖബറിൽ കിടക്കണായത് ഒരാളല്ലേ എത്ര പിരിസാക്കിയ മാപ്പിളാണെങ്കിൽ പോലും സുബ്ഹാനല്ലാഹ് എത്ര പിരിസാക്കിയ മാപ്പിളാണെങ്കിൽ പോലും അതാ നിന്റെ ഖബറടക്കിട്ട് പൂർത്തിയായതിൽ പിന്നെ ഒരു അര ഗಂಟ നിന്റെ ഖുർആൻ ഓതുനക്ക് തയ്യാറില്ല പെങ്ങള് മഹാന്മാരായ സ്വാലിഹീങ്ങള് നിന്റെ മയ്യത്തെ മറമാടിയിട്ട് പൂർണ്ണമായതിൽ പിന്നെ ഒരു ഗಂಟയെങ്കിലും അവിടെ നിന്റെ തസ്ബീത്ത് ചൊല്ലുമ്പോത്തുകൂ സ്വന്തം മക്ക പോലും ഒരു ഉമ്മയുടെ മയ്യത്തിനെ മുട്ട നിൽക്കണക്ക് തയ്യാറില്ല
അള്ളാഹുവിന്റെ റസൂല് ചൊല്ലുടു സുബ്ഹാനല്ലാഹ് സ്വഹാബ ഒരു മയ്യത്തിനെ നിങ്ങൾ ഖബറുക കൊണ്ടുപോയിട്ട് വെച്ചെങ്കിൽ ആ ഖബറിൽ വെച്ച മനുഷ്യന്മാർ അങ്ങ് തിരിഞ്ഞിട്ട് ഖബറിന്റെ മുറ്റത്തെ പിറകു പോകുന്നതുകൊണ്ടല്ലേ നിങ്ങൾ നടക്കിற നിങ്ങളെ ചെറുപ്പയുടെ ശബ്ദത്തെ ആ മയ്യത്തുക കേക്കിട് നിങ്ങൾ നടക്കിற നിങ്ങളെ ചെറുപ്പയുടെ ശബ്ദം പോലും ആ മയ്യത്തുക കേക്കിട് സ്വഹാബ ആ മയ്യത്തിലൊട്ടി അള്ളാഹുവിന്റെ മലക്കുകൾ വന്ന് ചോദ്യം കേൾക്കുമ്പോത്തുകൂ ആ മയ്യത്തുക വേണ്ടി നിങ്ങൾ വന്നു അതാ തസ്ബീത്ത് ചൊന്നു കൊടുക്കോരു സ്വഹാബ എത്ര ഞാറ ചൊന്നു കൊടുക്കണു നബിയേ ഹബീബായ തങ്ങള് ചൊല്ലുടൂ ഒരു വണ്ടയുടെ അറുത്തിട്ട് എർച്ചാക്കി കൊടുക്കണു എത്ര ഞാറ വേണാവോടാ അത്ര ഞാറയെങ്കിലും കബുര മുട്ട നിങ്ങൾ കബറടക്കിട്ട് ആയതിൽ പിന്നെ നിക്കണോ കബറടക്കിട്ടായതിൽ പിന്നെ 3 ദിവസത്തേക്ക് വിളിച്ചിട്ട് എല്ലാരും തിരിഞ്ഞിട്ട് പോറൂട്ടല്ല അള്ളാടെ റസൂല് ചൊല്ലുടു ഒരു വണ്ടയുടെ അറുത്തിട്ട് ഇറച്ചിയുടെ സ്വതക്ക കൊടുക്കണ എത്ര ഞാറ വേണ മഹാന്മാരായ ഫുഖഹാ ചൊല്ലു ഒരു ഗണ്ടയെങ്കിലും കബുര മുട്ട നിന്റെ തസ്ബീത്ത് ചൊല്ലുന്നു ആര് തയ്യാറായിടാ ഈമാനുള്ളകള് ഏത് കബുര സ്വര പൂർത്തിയായാൽ പിന്നെ തൽഖീൻ ഓതിട്ട് അവിടെ തുറന്നിട്ട് 3 ദിവസത്തേക്ക് വിളിച്ചിട്ട് പിരിഞ്ഞു പോണ്ടല്ലാണ്ട് ഒരു ഗണ്ട നിന്റെ ബാപ്പയുടെ കബുര മുട്ടെന്നാണ് നിന്റെ സുബ്ഹാനല്ലാഹ് തക്ക് വേണ്ടി നിന്റെ ബാപ്പ എത്ര ജാഗ ഓടി നടന്ന ആളാണ് നിന്റെ ജീവനത്തിന് വേണ്ടിട്ട് സ്വന്തം ചോരയുടെ പോലും വിയർപ്പാക്കിട്ട് പാടിട്ട് അധ്വാനിച്ച നിന്റെ ബാപ്പയല്ലേ സുബ്ഹാനല്ലാഹ് അങ്ങനെ വരുമ്പോ തിങ്ങളെ ഭയത്തിൽ വെച്ച് പുറത്തു നടന്ന ഉമ്മ പഴയ കാലത്തിൽ ഇണ്ടത്തെ പോലത്തെ സൗകര്യങ്ങളില്ല ഞങ്ങളെ മക്കളെ ബലിയാക്കണു എത്ര നിഅമത്ത് അല്ലാഹു ഞങ്ങൾക്ക് തന്നറ അതേ നിഅമത്ത് ഞങ്ങളെ ബാപ്പാ ഉമ്മ ഇന്നിട്ടല്ലേ ഞങ്ങളെ ബലിയാക്കിരേ സുബ്ഹാനല്ലാഹ് എത്ര ഉമ്മമാര് പാതിര ജാബ് തോല സൂപ്പുല ചിമിനി വെച്ചിട്ട് ആ ചിമിനിയുടെ വെളിച്ചത്തിൽ ബീഡി കെട്ടിട്ട് മക്കളെ ബലത്തെ ഉമ്മമാര് ഈ സദസ്സിൽ പോലും ഉറവക്ഷയിക്കുവല്ലേ അങ്ങനത്തെ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെന്നെ ഉമ്മ മരണപ്പെട്ടു പോയ സമയത്തിൽ ആ ഉമ്മയുടെ കബുര മുട്ട ഒരു ഗണ്ട പോലും നിക്കണു ഈ മക്ക തയ്യാറല്ലാണ്ട് കണ്ടെങ്കില് അതുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനോട് ചൊല്ലട സ്വഹാബ ആ ഖബറിലാണ് വർത്തനെ കിടക്കണല്ലേ അതുകൊണ്ട് നമുക്ക് ഖബറിന്റെ വിശേഷം വല്ലാതെ പേടിയാ